മുഹമ്മദ് ഷിയാസ് മാധ്യമങ്ങളെ കാണും. ഓരോ ഘട്ടങ്ങളിലും ജനങ്ങളുമായി നേരിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നമ്മൾ പറഞ്ഞതുപോലെ ഈ സർക്കാരിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് പോലും അത് കള്ളപ്രചരണങ്ങളായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കള്ളപ്രചരണങ്ങളെ പ്രതിരോധിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് ചിന്തിച്ച ജനമാണ് ഈ നാട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ മേഖലകളിലും എല്ലാ വിഭാഗം ജനങ്ങളിലും അത് പ്രകടമായി നമുക്ക് കാണാൻ സാധിച്ചു. അതായത് അവർ പറയുന്നത് ഒരു മാറ്റം അനിവാര്യമാണ്. കാരണം ഇത് തുടർ ഭരണം കിട്ടിയത് ഇത്രയധികം അഹന്തത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്കിടയിൽ ഉണ്ടാക്കിയതും അവർക്ക് അവരുടെ മനസ്സിലുണ്ടായ ഈ ധാർഷ്ട്യം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ കഴിഞ്ഞതും ഈ തുടർ ഭരണമാണ്. അത് അപകടമാണ് എന്ന് തിരിച്ചറിഞ്ഞത് നമ്മളല്ല, ആദ്യം കേരളത്തിലെ ജനങ്ങളല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അവരാണ് അതിന് തുടക്കം മുതലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ഇടത് ചിന്തകരായിട്ടുള്ള ഇടതുപക്ഷത്തിന് വേണ്ടി എക്കാലത്തും പ്രവർത്തിച്ചിട്ടുള്ള നിരവധി ആളുകൾ പറഞ്ഞത് അത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ അവർക്കത് മനസ്സിലായി. അത് അവരാണ് പറഞ്ഞത്. ഒരു കാരണവശാലും ഇനി ഇത് ഒരു ഭരണം, ഈ തുടർ ഭരണം ഒരിക്കലും ഉണ്ടാകരുത്. അതിനുവേണ്ടി എത്രത്തോളമാണ് പ്രവർത്തിക്കാൻ കഴിയുക. അത് ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തിരുത്താൻ കൂടി ഈ തെരഞ്ഞെടുപ്പ് സഹായിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തിരുത്താൻ കൂടി, ഈ നേതാക്കന്മാരെ തിരുത്താൻ കൂടി സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്.